വിജയ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമയാണ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട്. സിനിമ തിയേറ്ററിലെത്താൻ കാത്തിരിക്കുകയാണ് ആരാധകർ. എന്നാൽ ഇത്തവണ നേരം വെളുക്കുന്നതിന് മുന്നേ സിനിമ കാണാം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളതെങ്കിൽ ആ പ്രതീക്ഷയിൽ മങ്ങലേൽപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഗോട്ടിൻ്റെതായി പുറത്തു വരുന്നത്. എന്തെന്നാൽ ആരാധകർക്ക് തങ്ങളുടെ ഇഷ്ടതാരത്തിനെ കാണാൻ പുലരും വരെ കാത്തിരിക്കേണ്ടി വരും. വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്ത് വിജയ് നായകനായി എത്തുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ആദ്യ ഷോയുടെ താൽക്കാലിക സമയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പതിവ് വിജയ് സിനിമകൾ പോലെ കേരളത്തിൽ ചിത്രത്തിന് 4 മണി ഷോ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ട്രേഡ് അനലിസ്റ്റ് ശ്രീധർ പിള്ളൈ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ആദ്യ ഷോ 7 മണിക്ക് ആരംഭിക്കും. തമിഴ്നാട്ടിൽ 9 മണിക്കും കർണാടകയിൽ 7-നും ഷോ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. US-ൽ ഇന്ത്യൻ സമയം 6 മണിക്ക് ഷോ ആരംഭിക്കുമെന്നാണ് ശ്രീധർ പിള്ളൈ പങ്കുവെച്ച ട്വീറ്റിൽ പറയുന്നത്. സെപ്റ്റംബർ 5-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ശ്രീ ഗോകുലം മൂവീസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിന് എടുത്തിരിക്കുന്നത്. ആക്ഷൻ മോഡിൽ ഒരുങ്ങുന്ന ഈ ചിത്രം AGS എന്റർടൈൻമെന്റിന്റെ ബാനറിൽ കൽപ്പാത്തി എസ് അഘോരം, കൽപ്പാത്തി എസ് ഗണേഷ്, കൽപ്പാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് നിർമ്മിക്കുന്നത്. യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയത്. ഡബിൾ റോളിലാണ് വിജയ് ചിത്രത്തിൽ എത്തുന്നത്. മീനാക്ഷി ചൗധരി നായികാവേഷം ചെയ്യുന്ന ഈ ചിത്രത്തിൽ പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, യോഗി ബാബു, VTV ഗണേഷ്, സ്നേഹ, ലൈല, വൈഭവ്, പ്രേംഗി അമരൻ, അരവിന്ദ്, അജയ് രാജ്, പാർവതി നായർ, കോമൽ ശർമ്മ, യുഗേന്ദർ, അഭ്യുക്ത മണികണ്ഠൻ, അഞ്ജന കീർത്തി, ഗഞ്ച കുറുപ്പ് എന്നിവരുമുണ്ട്. വിജയുടെ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ ചിത്രമായ ലിയോ കേരളത്തിൽ വിതരണത്തിനെടുത്തതും ശ്രീ ഗോകുലം മൂവീസ് ആയിരുന്നു. ചിത്രത്തിന് കേരളത്തിൽ 4 മണി ഷോ അനുവദിച്ചിരുന്നു. എന്തായാലും നിലവിൽ 4 മണി ആയിരിക്കില്ല, പകരം 7 മണി ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അതേസമയം ചിത്രത്തിൽ വിജയുടെ ഡി-ഏജിംഗ് ലുക്കിനും ഗാനങ്ങൾക്കും സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത്. ഒപ്പം തന്നെ വിജയുടെ ലുക്കുമായി ബന്ധപ്പെട്ട ചില ട്രോൾ വീഡിയോകളും സമൂഹ മാധ്യമത്തിൽ നിറഞ്ഞിരുന്നു. അതേസമയം ചിത്രത്തിന്റെ റിലീസിന് ശേഷം മാത്രമേ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകത്തിന്റെ മറ്റ് പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുകയുള്ളൂ എന്ന് നടൻ അണികളെ അറിയിച്ചതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഗോട്ടിന്റെ റിലീസിന് ശേഷം തന്റെ പാർട്ടിയുടെ ആദ്യ പൊതുസമ്മേളനത്തിന്റെ വേദിയും തീയതിയും പ്രഖ്യാപിക്കുമെന്നും താരം പറഞ്ഞതായി തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിനിമാ കരിയർ അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് വിജയ് നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ കരാർ ഒപ്പിട്ട സിനിമകളുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിജയ് ആരാധകർ ഗോട്ട് സിനിമയുടെ വരവ് ആഘോഷമാക്കും എന്നത് ഉറപ്പായ ഒരു കാര്യമാണ്.